വളരെയധികം പ്രധാനപ്പെട്ട ഒരു നീക്കം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്താൻ പോവുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് നടന്നിരുന്നു. അതായത് നിഖിൽ ഭരദ്വാജ്, കരോളിസ് കിൻഗിസ്, അതുപോലെ തന്നെ സീസൺ ടിക്കറ്റ് ഹോൾഡർ ഇവരെല്ലാം ഒന്നിച്ച് ചേർത്തുകൊണ്ട് ക്ലബിൻ്റെ ഭാവി പരിപാടി എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു സൂം മീറ്റിംഗ് ഒക്കെ നടന്നിരുന്നു. അതിൽ നമ്മുടെ നിഖിൽ ഭരദ്വാജ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയൊരു ട്രെയിനിങ് കോംപ്ലക്സ് വരാൻ പോവുകയാണ്. അതായത് നമ്മൾ ഇത്രയും നാൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന പനമ്പള്ളി നഗറിലായിരുന്നു. എന്തായാലും പനമ്പള്ളി നഗറിന് കുറേയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പോരായ്മ ഉണ്ടെന്നാണ് നിഖിൽ ഭരദ്വാജ് പറയുന്നത്. സോ അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻ ഒന്നും ഇല്ലാത്ത ഒരു നല്ല ട്രെയിനിങ് കോംപ്ലക്സ് അല്ലെങ്കിൽ ട്രെയിനിങ് ഗ്രൗണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നിർമ്മിക്കാൻ പോവുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അതിൻ്റെ ടൈം സ്പാൻ നമ്മുടെ നിഖിൽ ഭരദ്വാജ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇനി വരാൻ പോകുന്ന 2 വർഷത്തിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ട്രെയിനിങ് കോംപ്ലക്സ് പണിയുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം പനമ്പള്ളി നഗരവുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം പ്രശ്നങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും അതൊക്കെ ബന്ധപ്പെട്ടായിരിക്കും പുതിയൊരു ട്രെയിനിങ് കോംപ്ലക്സ് തന്നെ നിഖിൽ ഭരദ്വാജ് പണിയാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അത് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് തീർത്തും അങ്ങനെ കുറ്റം പറയാൻ പനമ്പള്ളി നഗറിനെ സാധിക്കില്ല. കാരണം അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ടാണ്, ട്രെയിൻ ചെയ്യാൻ പറ്റിയ, അത് മറ്റ് ISL ക്ലബ്ബുകളൊക്കെ ട്രെയിനിങ് ചെയ്തതിനെക്കാട്ടി അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് തന്നെയാണ്. എങ്കിൽ പോലും അതിലും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ആ ഒരു ലിമിറ്റേഷൻ ഒന്നുമില്ലാത്ത ടെക്നോളജിക്കലി എല്ലാ രീതിയിലും അഡാപ്റ്റ് ആയിട്ടുള്ള കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് പണിയാൻ തന്നെയാണ് തീരുമാനമെന്ന് നിഖിൽ ഭരദ്വാജ് ഉറപ്പിച്ച് പറയുന്നു. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനകത്ത് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ലുണയും ദിമിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നൊരു കാര്യമാണ്. അതായത് പ്രത്യേകിച്ച് ലുണയുടെ കാര്യം. ലുണയ്ക്ക് അവിടെ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ, ലുണയുടെ കോൺട്രാക്റ്റ് ട്രിഗർ ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ്. എങ്കിൽ പോലും അവർക്ക് 100% ഉറപ്പ് പറയാൻ പറ്റത്തില്ല കേരള ബ്ലാസ്റ്റേഴ്സിൽ ലുണ സൈൻ ചെയ്യുന്നു. കാരണം അദ്ദേഹത്തിന് കുറേയധികം ഓഫറുകൾ ISL ക്ലബ്ബിൽ നിന്ന് വരുന്നുണ്ട്, മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് വരുന്നുണ്ടെന്നാണ് നിഖിൽ ഭരദ്വാജ് ആ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അതായത് ആ ഒരു കോൺട്രാക്റ്റ് ട്രിഗർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവിടെ നിൽക്കണമെന്നില്ല. അദ്ദേഹത്തിന് മറ്റ് കോൺട്രാക്റ്റ് വരുന്നുണ്ട്, അദ്ദേഹം കൺസിഡർ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. സോ അദ്ദേഹം കൺസിഡർ ചെയ്തു, അത്രേ ഉള്ളൂ. കാരണം നമുക്ക് ലുണയെ അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്യേണ്ടത് അവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിൽ കൂടുതൽ അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കറിയാം നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എങ്ങനെയാണ്. ഇപ്പോൾ നോവേ സൈൻ ചെയ്തു, പിന്നെ ഇവൻ മുക്കുമ്പിനെ വെച്ച് ആ വോക്കൗട്ട് ചെയ്തതിൻ്റെ ആ ഒരു ഫൈന്, സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴും അതിൻ്റെ ആ ഒരു പഴയ കോൺട്രാക്റ്റ് തന്നെ ലുണയ്ക്ക് കൊടുത്തിട്ടുണ്ട്. സോ അത് ലുണ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാര്യം, സൈൻ ചെയ്തില്ലെങ്കിൽ അദ്ദേഹം പോകുന്നെങ്കിൽ പോകട്ടെ, അത്രയും. ഇപ്പോൾ ദിമിത്രിയോസ് ക്ലബ്ബ് വിട്ട് കഴിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. അദ്ദേഹം നേരത്തോട്ട് പറഞ്ഞിരുന്നത് അദ്ദേഹം ഗ്രീസിലേക്ക് തിരിച്ചു പോകണമെന്നുള്ളത്. സ്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അതിന് ഓഫർ കൊടുത്തിട്ടുണ്ട്. അത് മാർക്കസ് മെർഗലാവോ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ആകെ ഇപ്പോൾ ദിമിക്ക് ഓഫർ കൊടുത്തിട്ടുള്ള ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സാണ്. സോ അതിനെക്കാട്ടി വലിയൊരു ഓഫർ ഇതുവരെ ദിമിക്ക് കിട്ടിയിട്ടില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും എല്ലാ ദിമിയുടെയും ലുണയുടെയും തീരുമാനമാണ്. അവരെന്ത് തീരുമാനിക്കുന്നു അതാണ് നടക്കാൻ പോകുന്നത്. ഇല്ലെങ്കിൽ അവരെക്കാട്ടി ഒരു നല്ല പ്ലെയറെ നമുക്ക് ഉറപ്പായിട്ടും കണ്ടെത്താൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കരോലിസ് നല്ലൊരു ഡയറക്ടർ തന്നെയാണ്. അതിന് ഉറപ്പായിട്ടും നല്ലൊരു പ്ലേസിനെ കൊണ്ടുവരാൻ സാധിക്കും ഇവർക്ക് പകരക്കാരനായിട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ദൃശ്യം ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.